അടി മർമ്മത്ത് കിട്ടിയാൽ ചിലപ്പോൾ ബോധം നഷ്ടപ്പെടും. മറ്റു ചിലപ്പോൾ നഷ്ടപ്പെട്ട ബോധം തിരിച്ചു വരും. അത്തരത്തിൽ നഷ്ടപ്പെട്ട ബോധം നമ്മുടെ പിണറായി സർക്കാരിന് തിരിച്ചു വന്നിരിക്കുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മറ്റൊന്നുമല്ല, ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇത്തരമൊരു ചിന്തയ്ക്ക് കാരണം. അതായത്, യുവതീ പ്രവേശം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണമെങ്കിൽ മതപണ്ഡിതരുമായിട്ടും ആചാര അനുഷ്ഠാന വിദഗ്ധരുമായിട്ട്, അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നവരും അത് സംബന്ധിച്ച തീർപ്പ് കൽപ്പിക്കുന്നവരും ഒക്കെയായി വിശദമായ ചർച്ച നടത്തണം. അവരുടെ എല്ലാം അഭിപ്രായം തേടണം. അതുപോലെ തന്നെ ഭക്തരുടെ അഭിപ്രായവും തേടണം എന്നൊക്കെയാണ് ഇപ്പോൾ പിണറായി സർക്കാർ പറയുന്നത്. അതായത്, പിണറായി സർക്കാരിന് നേരം വെളുത്തു എന്നർത്ഥം. തിരഞ്ഞെടുപ്പ് വന്ന് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു റിസ്ക് എടുക്കാൻ സാധ്യമല്ല. 2018-19 കാലത്ത് അങ്ങനെ ഒരു നീക്കം നടത്തി നല്ല ചൂട്ട മറുപടി ജനങ്ങൾ നൽകിയതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതായിരുന്നല്ലോ. ആലപ്പുഴ ഒഴിച്ച് ബാക്കി 19 സീറ്റിലും പാർട്ടി 8 നിലയിൽ പൊട്ടി. പാർട്ടി മാത്രമല്ല, പാർട്ടി നയിച്ച മുന്നണിക്കും കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. അതോടുകൂടി കണ്ണു തുറന്ന CPM ഗൃഹസമ്പർക്കം എന്ന പേരിൽ വീട് വീടാന്തരം കയറിയിറങ്ങി മാപ്പ് പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതൊക്കെ പഴയ കഥ. ഇപ്പോഴിതാ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുനഃപരിശോധനാ ഹർജി പരിഗണിച്ച ശേഷം സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർക്ക് ഈ വിഷയത്തിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിക്കേണ്ട അവസാന ദിനത്തിൽ CPM നേതൃത്വം നൽകുന്ന ഇടതു സർക്കാർ തങ്ങളുടെ അഭിപ്രായം കോടതിയെ അറിയിച്ചു. ഈ വിഷയത്തിൽ സർക്കാരല്ല ഒരു തീരുമാനമെടുക്കേണ്ടത്, മതപണ്ഡിതന്മാരാണ്. കാരണം വിവിധ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാന വിഷയങ്ങളിൽ ഒരു മതേതര സർക്കാർ നിലപാട് പറയുന്നത്, അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് മതപണ്ഡിതന്മാരും വിശ്വാസികളും ഭക്തരും ഒക്കെ പറയട്ടെ എന്നാണ്. കാരണം ഇവിടെ ശബരിമല മാത്രമല്ല വിഷയം. സുന്നി പള്ളികളിൽ സ്ത്രീകളുടെ പ്രവേശനവുമായി, നിസ്കാര സമയത്ത് സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന ആവശ്യം ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. അക്കാര്യത്തിലും ശബരിമലയിൽ അഭിപ്രായം പറഞ്ഞ നിലപാടെടുത്ത യുവതികളെ പ്രവേശിപ്പിച്ച സർക്കാർ സുന്നി പള്ളികളുടെ കാര്യത്തിൽ എന്തു ചെയ്യും? മറിച്ചൊരു രീതിയിൽ തീരുമാനമെടുത്താൽ അത് വലിയ തിരിച്ചടിയാകും. 2019 ഒരു അടി കൊണ്ട് ബോധം പോയതാണ്. ഇനിയും അങ്ങനെ സംഭവിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയൊരു ദുരിതത്തിലേക്ക് പാർട്ടിയെ തള്ളിവിടാൻ തങ്ങൾ തയ്യാറല്ല. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ശബരിമല കുളമാക്കാൻ, തീർത്ഥാടനം നശിപ്പിക്കാൻ, തകർക്കാൻ ഒക്കെ വേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്തു കൂട്ടി. എന്നാൽ ഇന്ന് അതിനൊന്നും പാർട്ടി തയ്യാറല്ല. വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറല്ല. കാരണം ഒരിക്കൽ കൈ പൊള്ളിയതാണ്. ഒരിക്കൽ കൂടി ആ പൊള്ളൽ അനുഭവിക്കാൻ അവർക്കാർക്കും താല്പര്യമല്ല, ഇഷ്ടവുമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അവർ വളരെ ചിന്തിച്ച് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. മുമ്പെടുത്ത നിലപാടിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോയിട്ടുണ്ടോ? ഇല്ല എന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നിലപാട്. പക്ഷേ പാർട്ടിക്ക് അങ്ങനൊരു നിലപാട് സ്വീകരിക്കാം, സർക്കാരിന് അത് കഴിയില്ല. സർക്കാർ വിശ്വാസികളുടേതും കൂടിയാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് അനുകൂലമായ രീതിയിൽ സർക്കാർ ചിലപ്പോൾ തീരുമാനമെടുത്തെന്നിരിക്കും. അതിന് മതപണ്ഡിതന്മാരോടും ആചാര അനുഷ്ഠാന വിശാരദന്മാരോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയായിരിക്കും ആ തീരുമാനം. അതായത്, ഭക്തരെ, നിങ്ങളുടെ കണ്ണിൽ ഈ സർക്കാർ പൊടിയിടുകയാണ്. ഈ പാർട്ടി സത്യത്തിൽ നിങ്ങളോട് കള്ളം പറയുകയാണ്. പാർട്ടിയുടെ നിലപാട് പഴയ നിലപാട് തന്നെ, യുവതികൾക്ക് പ്രവേശനം നൽകണം. എന്നാൽ മാറിയ സാഹചര്യത്തിൽ സർക്കാർ അതിന് തയ്യാറായേക്കില്ല. സർക്കാരിൻ്റേതായ പരിമിതികളുണ്ട്.
പാർട്ടിക്ക് ആ പരിമിതിയൊന്നുമില്ല. പാർട്ടി അഭിപ്രായം പറയും. പക്ഷേ സർക്കാരിന് അതുപോലെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. അതായത് ഭക്തരായ വിശ്വാസികളായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടി ഇപ്പോഴും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എങ്ങനെ? ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം, എന്നാൽ സുന്നി പള്ളിയിൽ അത് പാടില്ല. ന്യൂനപക്ഷങ്ങളോട് നമ്മൾ അങ്ങനെയൊരു വിവേചനം കാണിക്കരുത്, അവരുടെ വിശ്വാസങ്ങളിൽ ഇടപെടരുത്. ഭൂരിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും ഹിന്ദുവിൻ്റെ വിശ്വാസത്തിൽ പാർട്ടിക്ക് ഇടപെടാം, ചോദ്യം ചെയ്യാം, അത് മാറ്റിമറിക്കാം, തകർക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ ആചാര അനുഷ്ഠാന വിഷയങ്ങളിൽ, വിശ്വാസത്തിൽ ഒക്കെ കൈകടത്തരുത്. അത് നമുക്ക് ചെയ്യാൻ പാടില്ല. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പാർട്ടിക്ക് അറിയാം. എന്നാൽ സർക്കാരിന് പരിമിതിയുണ്ട്. സർക്കാർ അതുകൊണ്ട് തന്നെ ഇവിടെ വിശ്വാസികളുടെ വികാരം കൂടി പരിഗണിച്ചായിരിക്കും ഒരു നിലപാടെടുക്കുന്നത്. എത്ര മനോഹരമായ പദ്ധതി നോക്കൂ. ഒരു വശത്ത് പാർട്ടി യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് പറയുന്നു, മറുവശത്ത് സർക്കാരിനെ കൊണ്ട് വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കപട നാടകങ്ങൾ കാണിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കുന്നു. എത്ര മനോഹരമായ ആചാരം, പറയാതിരിക്കാൻ കഴിയില്ല. ഇതാണ് CPM. ഈ ഇരട്ടത്താപ്പിൻ്റെ പേരാണ് CPM. ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് CPM. അതിനെ പട്ടിയാക്കിയാൽ മാത്രം പോരാ, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക കൂടി ചെയ്യണം. ഹിന്ദുക്കളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും CPMന് എന്തും പറയാം, എന്തും ചെയ്യാം. ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം ഹിന്ദു ഒരു സംഘടിത വോട്ട് ബാങ്ക് അല്ല. മറിച്ച് മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ കാര്യത്തിൽ അങ്ങനെ ചെയ്യില്ല. കാരണം അതൊരു സംഘടിത വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രതികരിക്കും. തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രീതിയിൽ അവർ പ്രതികരിക്കും. അതിനെ CPM ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സുന്നി പള്ളിയുടെ വിഷയത്തിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ കുർബാന എങ്ങനെ നടത്തണം എന്നതിനെ ചൊല്ലിയൊക്കെ പാർട്ടി ഒരഭിപ്രായവും പറയാതിരിക്കുന്നത്. വെറുതെ എന്തിനാണ് പുലിവാലിൽ കയറി പിടിക്കുന്നത്? അത് വലിയ അപകടം ചെയ്യും എന്ന് പാർട്ടിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്നാൽ ഹിന്ദുക്കളുടെ കാര്യത്തിൽ, അത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും മറ്റേതെങ്കിലും വിഷയമാണെങ്കിലും ശരി, ഹിന്ദുക്കളുടെ കാര്യത്തിൽ പാർട്ടിക്ക് എന്തും പറയാം. മതേതരത്വം എന്നാൽ അത് ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ തച്ചു തകർക്കുന്നതാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയോ എന്ന് സംശയം. അതേസമയം ഈ പറയുന്ന മതേതരത്വം മുസ്ലിം ജനവിഭാഗത്തിൻ്റെയോ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയോ കാര്യത്തിൽ പ്രകടിപ്പിക്കാൻ ധൈര്യവുമില്ല. അതാണ് CPM. എന്തായാലും ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ പുതിയ ഒരു അഭിപ്രായം, സർക്കാരിൻ്റേത് എന്ന് പറഞ്ഞ് സമർപ്പിച്ചിരിക്കുന്ന ഈ വാദം, അത് വളരെ രസകരമാണ്. 2018 സുപ്രീം കോടതി വിധി വന്നപ്പോൾ അന്ന് ഈ സർക്കാർ ആ വിധി ഏറ്റുപിടിച്ച്, അതായത് ദ്രുതഗതിയിൽ നടപ്പാക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. ഇന്നിപ്പോൾ മതപണ്ഡിതരുടെ അഭിപ്രായം വേണം, തന്ത്രിമാരുടെ അഭിപ്രായം വേണം, സന്യാസിമാരുടെ അഭിപ്രായം തേടണം. ഇതൊക്കെ ആയി. അന്ന് എന്തുകൊണ്ട് ഇതൊന്നും ചെയ്തില്ല? അന്ന് എന്തുകൊണ്ട് സന്യാസിമാരുടെയും തന്ത്രിമാരുടെയും മതപണ്ഡിതന്മാരുടെയും ഒന്നും അഭിപ്രായം തേടിയില്ല? എന്താ ഹിന്ദുമതത്തിൽ മതപണ്ഡിതന്മാരും സന്യാസിമാരും തന്ത്രിമാരും ഒന്നും ഇല്ലേ? ഈ വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ ഹിന്ദുമതത്തിൽ ഇല്ലെന്നാണോ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഇല്ലെന്നാണോ പാർട്ടിയും പിണറായി സർക്കാരും കരുതുന്നത്? ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് മറിച്ച് ചിന്തിക്കുന്നത്? അതായത് തിരഞ്ഞെടുപ്പ് വന്ന് പടിവാതിൽക്കൽ നിൽക്കുന്നു. സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനവും തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കും എന്ന് നന്നായിട്ടറിയാം. അവർ ഭയപ്പെടുന്നത് കേവലം UDFൻ്റെ വിജയം മാത്രമല്ല. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. BJP നല്ല രീതിയിൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് BJPയിലേക്ക് പോയാൽ പിന്നത് തിരിച്ച് CPMലേക്ക് വരില്ല. മാത്രമല്ല CPMൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടാണ്. അവരുടെ പ്രയത്നമാണ് ഈ പാർട്ടിയെ പാർട്ടിയാക്കിയത്. അവർ ഒഴുക്കിയ വിയർപ്പും ചോരയുമാണ് ഈ പാർട്ടിയുടെ കരുത്ത്. അവർ സമ്മാനിച്ച, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി നൽകിയ രക്തസാക്ഷികളാണ് ഈ പാർട്ടിയെ പാർട്ടിയാക്കി നിലനിർത്തിയത്. ആ വോട്ട് ബാങ്കിൽ ഇന്ന് വിള്ളൽ വീണിരിക്കുന്നു. അത്
കുറേശ്ശെയായി UDF-ലേക്കല്ല പോകുന്നത്, അത് BJP-യിലേക്കാണ് പോകുന്നത്. പാർട്ടി ഭയപ്പെടുന്നത് അവിടെയാണ്. BJP-ക്ക് വളർച്ചയുണ്ടാകും, വളർച്ച ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. ഇത് പാർട്ടിക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. പാർട്ടിയിൽ നിന്ന് പല പ്രമുഖരും, അതായത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വനിതാ MLA ഇന്ന് എവിടെയാണ്? അവരിന്ന് UDF-നൊപ്പമാണ്. അതായത് കൊട്ടാരക്കരയിൽ 15,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ R. ബാലകൃഷ്ണപിള്ള എന്ന അതികായനെ മലർത്തിയടിച്ച് 2006 അധികാരമേറ്റ അല്ലെങ്കിൽ MLA ആയി വിജയിച്ചു വന്ന ഐഷ പോറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ താനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് തന്നെ അവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് പാർട്ടിയിൽ അത് വലിയ കോളിളക്കമുണ്ടാക്കി, അവരെ പരസ്യമായി ശാസിക്കുക പോലും ചെയ്തു. പക്ഷേ ഇന്ന് CPM-ന് അത് ചെയ്യാനുള്ള കരുത്തുണ്ടോ എന്നാണ് ചോദ്യം. 2006 ഐഷ പോറ്റിയെ വരച്ച വരയിൽ നിർത്താൻ, ശാസിക്കാൻ ഒക്കെ തിണ്ണമിടുക്ക് കാണിച്ച പാർട്ടിക്ക് ഇന്ന് അങ്ങനെ ഒരു MLA, ഒരു ഹിന്ദു MLA, മുസ്ലിം MLA-ക്കും ക്രിസ്ത്യൻ MLA-ക്കുമൊക്കെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അതിന് ഒരു കേടുമില്ല, ഒരു തടസ്സവുമില്ല. പാർട്ടി 2 കൈയും നീട്ടി സ്വീകരിക്കും, അല്ലെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഹിന്ദുക്കൾ അത് ചെയ്യാൻ പാടില്ല. ഹിന്ദു ചെയ്താൽ അത് തെറ്റ്, മറിച്ച് ന്യൂനപക്ഷങ്ങൾ ചെയ്താൽ അത് ശരി. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊള്ളത്തരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ്, ഹിന്ദുക്കളോടുള്ള ചതി എന്നൊക്കെ എതിരാളികൾ പറയുന്നത് വളരെ ശരിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പാർട്ടി ഇപ്പോൾ കണ്ണു തുറന്ന് കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പാണ് അതിനുള്ള കാരണം എന്ന് ഒരു വേള നമുക്ക് കരുതാമെങ്കിലും വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, പാർട്ടി അധികാരത്തിൽ തുടർന്നാൽ, അതായത് വീണ്ടും ഒരു LDF സർക്കാർ വരികയും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടരുകയും ചെയ്താൽ, ഒരു പക്ഷേ ഈ സത്യവാങ്മൂലം പിൻവലിച്ച് യുവതികളെ പ്രവേശിപ്പിക്കാം എന്നൊരു സത്യവാങ്മൂലം കൊടുത്തേക്കും. അതിനുള്ള ധൈര്യം പാർട്ടി ചിലപ്പോൾ കാണിച്ചെന്നിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ അയ്യപ്പ കോപം ഇനിയും കൂടുതൽ വലിച്ച് തലയിൽ കയറ്റണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ തീരുമാനം. അദ്ദേഹം നന്നായിട്ട് അതിനെ ഭയക്കുന്നുണ്ട്. അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ പാർട്ടിക്കാർ പോലും തന്നെ വിലവയ്ക്കില്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് സഖാവ് പിണറായി വിജയന് അറിയാം. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ആരുടെ കാലു പിടിച്ചിട്ടാണെങ്കിലും അധികാരത്തിൽ തുടരണം. അതിനാണ് ഇങ്ങനെയൊരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചത്. പാർട്ടി പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ സർക്കാർ ചില പരിമിതികൾ നിമിത്തം സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. വിശ്വാസികൾക്കൊപ്പം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വിജയം കൂടിയാണിത്. കാരണം പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പോലെയൊരു പാർട്ടിയെ ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കാൻ ഹിന്ദുക്കളെ കൊണ്ട് അതിന് പ്രേരിപ്പിക്കാൻ, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇവരെ നിർബന്ധിതരാക്കാൻ ഹിന്ദു സമൂഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു വിജയം തന്നെയാണ്. കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. യുവതികളെ പ്രവേശിപ്പിച്ച നടപടി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് CPM തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പക്ഷേ മാപ്പ് ചോദിക്കാനുള്ള സാധ്യത പോലും തെളിഞ്ഞു കാണുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.